സംസ്ഥാനത്തെ പാഠപുസ്തക വിതരണത്തിൽ പരസ്പരം കൊമ്പുകോർത്ത് സർക്കാരും പ്രതിപക്ഷവും ഇന്ന് ഏറ്റുമുട്ടി. 9ാം ക്ലാസ് കുട്ടി ജയിച്ചോ എന്നറിയാതെ പുതിയ പുസ്തകം കൊടുത്തിട്ട് എന്ത് കാര്യമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. അത് കേൾക്കാം. ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ എന്നറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കണ്ടേ അവരെ? 10ലെ കുട്ടി ജയിച്ചല്ല 11 പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ? എന്തെല്ലാം തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ ഇനി മനസ്സിലാവുന്നില്ല. ആളുകളെ ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചെന്ന്. അതെന്തോ വലിയ ഭരണ നേട്ടമാണോ? കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുത്തിട്ടില്ലേ? ആദ്യമായിട്ടാണ് പുസ്തകം കൊടുക്കുക. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നും അല്ലല്ലോ. നാടിന് പരിഹാസ്യമായ പ്രസ്താവനയാണ് ചെന്നിത്തലയുടേതെന്ന് മുഖ്യമന്ത്രി ഉടൻ തന്നെ തിരിച്ചടിച്ചു. 2016 മുൻപുള്ള കാലത്ത് അന്നത്തെ സർക്കാർ ഉന്നതമായ സ്ഥാനം വഹിച്ചയാളാണ്. അദ്ദേഹം ഈ പുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പണ്ട് എഴുത്തോലയിലാണ് എഴുതി പഠിച്ചിരുന്നത്. എന്താണ് അതിനൊക്കെ പറയാൻ? പുസ്തകം നേരത്തെ കൊടുക്കുന്നതാണോ കുറ്റം എന്ന മറുചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിച്ചത്. പരീക്ഷയ്ക്ക് പുസ്തകം കിട്ടാത്തതുകൊണ്ട് പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. 2016 മുമ്പുള്ള ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഹാൻസ് ജോൺ വിവരങ്ങൾ നൽകും. ഹാൻസ്, ഇതിപ്പോൾ ഏതായാലും രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി വി ശിവൻകുട്ടി 3 പേരും വന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? തീർന്നോ? നാളെ ഇതൊരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് വരുമോ? അത് തന്നെയാണ് സനീഷ്. തെരഞ്ഞെടുപ്പിലും ഇത് വലിയ ചർച്ചയാകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം അനാവശ്യ വിവാദത്തിന് തുടക്കം കുറിച്ചത് രമേശ് ചെന്നിത്തലയാണ്. ഇന്നായിരുന്നു ഈ വിതരണോദ്ഘാടനത്തിൻ്റെ പരിപാടി സംഘടിപ്പിക്കാനിരുന്നത്. 12 മണിക്ക് തിരുവനന്തപുരം പട്ടം സെയിൻറ്റ് മേരീസ് സ്കൂളിൽ വെച്ചായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കാനിരുന്നത്. ഇതിനു മുൻപ് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രതികരണം ഉണ്ടാകുന്നത്. തുഗ്ലക് പരിഷ്കരണമാണിത്. ആദ്യമേ ഈ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുസ്തകം നൽകുന്നത് വലിയ കാര്യമാക്കേണ്ട, ഒരു ക്രെഡിറ്റ് നൽകേണ്ട കാര്യമൊന്നുമല്ല എന്നുള്ള പ്രതികരണം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നു. അതിന് ബദലായി മുഖ്യമന്ത്രിയും അതിനോടൊപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും ഈ വിതരണോദ്ഘാടനം നടക്കുന്ന പരിപാടിയിൽ വേദിയിൽ വെച്ച് തന്നെ അതിന് അക്കം നിരത്തി, UDFൻ്റെ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞ് അക്കം നിരത്തി മറുപടി നൽകി. പ്രതിപക്ഷ നേതാവ് പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തെ പിന്തുണയ്ക്കുന്ന ഒരു മറുപടിയാണ് നൽകിയത്. വലിയ ക്രെഡിറ്റായിട്ട് ഈ പാഠപുസ്തകങ്ങൾ ആദ്യമേ നൽകുന്നത് കാണണ്ട എന്നായിരുന്നു VD സതീശൻ്റെ മറുപടി. പക്ഷേ അങ്ങനെയല്ല, 3 മാസമല്ല, ഒരു ദിവസമെങ്കിലും മുൻപ്. ശരി, നന്ദി ഹാൻസ്. നമുക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടപെട്ടതാണ്. എന്തായാലും ആ പ്രസ്താവനകൾ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു കാര്യത്തിൻ്റെ ഗൗരവം നാട്ടുകാർക്ക് എന്തായാലും ബോധ്യപ്പെട്ടിട്ടുണ്ട്.